ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൃഥ്വിരാജ്. ഓക്കെ, പൃഥ്വിരാജിനെ കുറിച്ചാണ്. നമ്മുടെ സ്വന്തം പൃഥ്വി. എമ്പുരാൻ ക്ലോസ് ടു തിയേറ്റേഴ്സാണ്. എത്താനുള്ള സമയം വളരെ അടുത്തിരിക്കണം. ആ സമയത്താൽ ഐ വാണ്ട് ടു ടോക്ക് സംതിങ് അബൌട്ട് പൃഥ്വിരാജ്. ഓക്കെ, പൃഥ്വിരാജ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യണം. വൈ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹിസ് ആക്ടിങ് അല്ലേ. മലയാളത്തിൽ ഒരുപാട് മികച്ച ആക്ടർമാരുണ്ട്. അതിലൊരു മികച്ച ആക്ടറാണ് പൃഥ്വിരാജ്. ഓക്കെ, പക്ഷേ പൃഥ്വിരാജിൻ്റെ എക്സ്ട്രാ ആയിട്ട് എന്താണ് ഉള്ളത് എന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഇൻഡസ്ട്രി എടുത്താലും, ഫോർ എക്സാമ്പിൾ സിനിമ തന്നെ എടുക്കുകയാണെങ്കിലും, സിനിമയിൽ വരുന്ന എല്ലാ വ്യക്തികളുടെയും ഒരു അൾട്ടിമേറ്റ് എയിംസ് ഉണ്ടാവും. ഓക്കെ, ഒന്ന് നാഷണൽ അവാർഡ് മേടിക്കണം, ഇന്ന ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യണം, കുറച്ചുകൂടെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഓസ്കാർ വാങ്ങണം എന്ന രീതി, അല്ലെങ്കിൽ ആ ബോളിവുഡിൽ അഭിനയിക്കണം. ബോളിവുഡിൽ അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പ്രസ്റ്റീജ് പോലെയാണ്. അല്ലെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടി, ഓസ്കാർ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്കാർ കിട്ടി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അവാർഡ് കിട്ടി എന്ന് പറയുന്നത് വലിയ പ്രൈഡായിട്ടാണ് ഏതൊരു ആക്ടറും അത് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ ഏതൊരു സിനിമയിൽ ഏതൊരു ഏരിയയിൽ വർക്ക് ചെയ്യണ, ഏതൊരു ഫീൽഡിലും വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ആസ്പിറേഷനിൽ അതുണ്ടാവും. ഓക്കെ, പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന പേഴ്സൺ ഇതിൻ്റെ ടോട്ടലി ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ഓക്കെ, എല്ലാവരും ഓസ്കാർ മേടിക്കണം എന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുമ്പോൾ ഓസ്കാർ മേടിക്കണം എന്ന ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ പൃഥ്വിരാജ് ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത്. ഓക്കെ, പൃഥ്വിരാജ് ഒരു ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്ത് ആ ഇൻഡസ്ട്രി, അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുവന്ന് നാളെ, അതായത് ഫ്യൂച്ചറിൽ എല്ലാവരും ആഗ്രഹിക്കണം, എനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഈ ഇൻഡസ്ട്രിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, പ്രത്യേകിച്ച് ഒരിക്കലും ഓസ്കറിനേക്കാളും ആഗ്രഹിക്കുന്നത് അതായിരിക്കും. താൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഫിലിം അല്ലെങ്കിൽ കേരളത്തിനെ ആ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. കാരണം ഓസ്കാർ വാങ്ങുക എന്ന് പറയുന്ന വലിയ എയിമായിട്ട് നിൽക്കുന്ന ഒരു ഇതിൽ, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ, ഈ ഇൻഡസ്ട്രിയിൽ പോയി അഭിനയിക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ലെവലിൽ നിൽക്കണവിടെ എല്ലാവരും എനിക്ക് മലയാളത്തിൽ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന ലെവലിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ പറയില്ല, ഒരു വേൾഡ് മാർക്കറ്റിലാണ് ശരി, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ മലയാള സിനിമയെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നാൽ എല്ലാവരെയും മലയാള സിനിമയിലേക്ക് ലുക്ക് ആഫ്റ്റർ ചെയ്യിപ്പിക്കാം. നമുക്ക് വളരെ അൺഎക്സ്പോസ്ഡ് ആണ്. നമ്മൾ ഏറ്റവും നല്ല ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഔട്ട്സൈഡിലേക്ക് വളരെയധികം അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം വളരെ റയറായിട്ടാണ് പീപ്പിൾസിൻ്റെ ഒരു ഇത് പുറത്തു പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പോഷർ വളരെയധികം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു സ്പേസ് ഓപ്പൺ ആക്കുക മലയാള സിനിമയ്ക്ക്, അല്ലെങ്കിൽ മലയാള സിനിമയെ അതിനെ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലേക്ക് എത്തിക്കുക എന്നൊരു വലിയൊരു ഡിസയറായിട്ടും വലിയൊരു ഡിറ്റർമിനേഷനായിട്ടും ജീവിക്കുകയും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുകയും സിനിമയിലെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സണാണ് പൃഥ്വിരാജ് എന്ന് പറയാം. അത് പൃഥ്വിരാജ് ഒരിക്കലും ഇന്ന് തുടങ്ങുന്ന, അതൊരു സിറ്റുവേഷണലായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പോൾ സിറ്റുവേഷൻ ഇതാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ തോന്നാവട്ടല്ല. ഹീ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, എങ്ങനെയാണ് വേണ്ടതെന്നനുസരിച്ച് അതിനനുസരിച്ച് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റി സ്വയം ക്രിയേറ്റ് ചെയ്യണം. ഒരുപക്ഷെ പൃഥ്വിരാജിൻ്റെ പഴയ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ അവിടെ അക്യുറേറ്റായിട്ട് പറയേണ്ട ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളും പൃഥ്വിരാജ് അന്നേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞ് അത് വെറും ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം പറയുന്ന വാക്കുകളല്ല, ക്ലിയർ എയിം ചെയ്തുകൊണ്ട് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഡൂ ഇറ്റ്, ദിസ് ഈസ് വാട്ട് ഐ വിൽ ഡൂ ഇറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്ത് തന്നെ പറയുന്ന ഡയലോഗുകൾ. ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മലയാള സിനിമയെ ഏറ്റവും നല്ല ലെവലിലേക്ക് എത്തിക്കണം, ഈ ഇൻഡസ്ട്രി ഏറ്റവും ബെറ്റർ ലെവലിലേക്ക് എത്തിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പല ഇൻ്റർവ്യൂവിലും പൃഥ്വിരാജ് പറയുന്നുണ്ട്. ഇത് ടോട്ടലി ഓപ്പോസിറ്റ് തിങ്കാണ്. എല്ലാവരും ഒരു വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് കയറി പോകാൻ ശ്രമിക്കുമ്പോൾ പൃഥ്വിരാജ് ആയിരിക്കണം താൻ എവിടെയാണോ നിൽക്കുന്നത് അതിനെ വളർത്തി വലിയ ലെവലിലേക്ക് ആക്കണം. എന്താ പറയുക, ഇപ്പോൾ വലിയ ലെവലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താ പറയുക, ദീപശിഖ എടുത്തുകൊണ്ട് ഓടുന്നൊരു പേഴ്സൺ ഉണ്ടാവും ഫ്രണ്ടിൽ. ആ പേഴ്സണാണ് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് പല ഇല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യിപ്പിച്ചുകൊണ്ട്. മലയാളത്തിൽ നമുക്ക് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരെ എല്ലാം ഒരു വേൾഡ് ലെവലിൽ അറിയിപ്പിക്കണം. ദിസ് ഈസ് ഈ പേഴ്സൺ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ന പേഴ്സണിനെ വലിയ മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും കേരളത്തിലേക്ക് ലുക്ക് ആഫ്റ്റർ ചെയ്യിപ്പിക്കുക എന്ന വലിയൊരു ഡിസയറും ഡിറ്റർമിനേഷനും വിഷനും, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു ഡയറക്ടറാണ്, ഒരു ഫിലിമിലെ വേണമെങ്കിൽ എംപ്ലോയി എന്ന് വേണമെങ്കിൽ പറയാം, മലയാള സിനിമയുടെ എംപ്ലോയി എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഡിറ്റർമിനേഷനോട് വർക്ക് ചെയ്ത് വേറെ ലെവലിലേക്ക് ചെയ്യുന്ന ഒരു യങ്സ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഐ തിങ്ക് ഹീ ഈസ് ഗോയിങ് ടു ബി ഡു ഇറ്റ്. അതെന്തായാലും ഷുവറായിട്ട് ചെയ്യും. ഹീ ഈസ് ഓൺ ദ വേ എന്ന് പറഞ്ഞു. ആ ജേണിയിൽ തന്നെ ഹാഫ് വേയിൽ പുള്ളിക്കാരനാണ് എത്തിക്കഴിഞ്ഞു.
വൈകാതെ തന്നെ ഒരു നല്ല ലെവലിലേക്ക് ഈ ഫിലിമിനെ എല്ലാം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പൃഥ്വിരാജിന് കഴിയും. ഒരു മേ ബി ആഫ്റ്റർ 5 years ഓർ ആഫ്റ്റർ 10 years മലയാള സിനിമ വേറൊരു ലെവലിലേക്ക് എത്തിച്ചേരും. ആ സമയത്ത് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യുന്ന പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അത് പൃഥ്വിരാജ് തന്നെയായിരിക്കും.